അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. അപ്രതീക്ഷിതമായി വീണുകിട്ടിയ അവസരം മുതലെടുത്ത് എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാമെന്ന കാര്യത്തിൽ കടുത്ത മത്സരം. ഒരു ഭാഗത്ത് ജനം TV, മറ്റൊരു ഭാഗത്ത് ന്യൂസ് 18, പിന്നെ സാധാരണ പോലെ കാശാ തീവ്രവാദികളുടെ നിരന്തരമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ. ഇഞ്ചോടിഞ്ചു മത്സരം നടന്നപ്പോൾ ഇത്തവണ ഒരല്പം മേൽക്കൈ നേടിയത് ന്യൂസ് 18 ആണെന്നാണ് പരക്കെ പറയപ്പെടുന്നത്. എങ്കിലും ജനം TV ഒട്ടും പിന്നിലല്ലായിരുന്നു. പരമാവധി അവര് കുത്തിത്തിരിപ്പുണ്ടാക്കാനും വർഗീയത തിരുകി കയറ്റാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. കാശാ തീവ്രവാദികളും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കാശാ തീവ്രവാദികളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ അവസ്ഥ. കാരണം ക്രിസ്ത്യാനികളും ഇവരെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മണിപ്പൂരിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ ക്രിസ്തീയ പുരോഹിതരും കന്യാസ്ത്രീകളുമൊക്കെ ആക്രമിക്കപ്പെട്ടപ്പോൾ, ആക്ഷേപിക്കപ്പെട്ടപ്പോൾ ഇവരാരുടെ കൂടെയാണ്, ഇവരാർക്കൊക്കെയാണ് പാദസേവ ചെയ്തതെന്നൊക്കെ ക്രിസ്ത്യാനികൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അവരും വാർത്തകൾ കാണുന്നവരും ചിന്തിക്കാൻ കഴിവുള്ളവരും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളാണല്ലോ. അതൊക്കെ കൊണ്ട് തന്നെ കാശാ തീവ്രവാദികളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പണ്ടത്തതുപോലെ ഫലിക്കുന്നില്ലെങ്കിലും അവർ ഈ മത്സരത്തിലും നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. എങ്കിലും ന്യൂസ് 18 കവച്ചു വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം. എന്താ സംഭവമെന്നല്ലേ? കൊച്ചിയിലെ പള്ളുരുത്തി എന്ന പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥിനി തലയിൽ ഒരു തട്ടംമുണ്ടിട്ടു വന്നു. തട്ടംമുണ്ട് എന്ന് പറയേണ്ടതേയുള്ളൂ, അല്ലാതെ പല മാധ്യമങ്ങളും ഊതിപ്പെരിപ്പിക്കുന്നത് പോലെ ഹിജാബ്, നിക്കാബ് എന്നൊന്നും പറയേണ്ട ആവശ്യം തന്നെയില്ല. കാരണം ആ വിദ്യാർത്ഥിനി മറ്റുള്ള എല്ലാ വിദ്യാർത്ഥികളും ധരിക്കുന്നത് പോലെ കൃത്യമായി യൂണിഫോം ധരിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലുള്ളത് തലയിലെ ഒരു തട്ടംമുണ്ടാണ്. അതിനെ അത്ര പേടിക്കേണ്ടതുമല്ല. കാരണം ആ സ്കൂളിലെ പ്രിൻസിപ്പാളും മറ്റു ചില അധ്യാപികമാരുമൊക്കെ തലയിൽ ഈ പറയുന്ന തട്ടംമുണ്ടൊക്കെ ഇട്ടിട്ടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി തലയിൽ ഒരു തട്ടംമുണ്ടിട്ടു എന്നത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? നമ്മുടെ ഈ നാട്ടിൽ എത്രയോ സ്കൂളുകളുണ്ട്. ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകൾ, സഭ നടത്തുന്ന സ്കൂളുകൾ, കോൺവെന്റ് സ്കൂളുകൾ. ആ സ്കൂളുകളിലൊക്കെ ധാരാളം മുസ്ലിം വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട്. അവിടെയൊക്കെ തലമറക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് തലയിൽ തട്ടം മുണ്ടിട്ടുകൊണ്ട് പഠിക്കാൻ വരാൻ അനുവാദമുണ്ട്. അവിടെയുള്ള കന്യാസ്ത്രീകൾക്കൊന്നുമില്ലാത്ത പ്രശ്നം ഒരു കുട്ടി തലമറച്ചൊരു ക്ലാസ്സിൽ ഇരിക്കുമ്പോഴേക്കും ഇവിടെയുള്ള കന്യാസ്ത്രീകൾക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇവരാരുടെയെങ്കിലും കെണിയിൽ വീണുപോയതാണോ? ഇവരാരുടെയെങ്കിലും ചട്ടുകങ്ങളായി മാറിയതാണോ? ന്യായമായും സംശയിക്കേണ്ടതുണ്ട്. കാരണം ആ സ്കൂളില് എന്തെങ്കിലും ഒരു പ്രതിഷേധമുണ്ടായാൽ ആ കുട്ടിയുടെ രക്ഷിതാവോ രക്ഷിതാവുമായി ബന്ധപ്പെട്ടവരോ വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കിയാൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് ചെയ്താൽ മതി. അവർ പാഞ്ഞെത്തും, പ്രശ്നം പരിഹരിക്കും. അതിനു പകരം 2 ദിവസം സ്കൂൾ അടച്ചിടുക, എന്നിട്ടത് വലിയ ചർച്ചയാക്കുക, വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുക. ഏതായാലും ഇങ്ങനെയൊരു വിവാദമുണ്ടായപ്പോൾ വീണുകിട്ടിയ അവസരമല്ലേ വെറുതെ കളയണ്ട, പരമാവധി അങ്ങോട്ട് വിഷം കലക്കിയേക്കാമെന്ന് ചിന്തിച്ചവർ ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ടാണ് ചർച്ചയിൽ കൊണ്ടുവന്നത്. ന്യൂസ് 18 കൊണ്ടുവന്നത് ശ്രീജിത്ത് പണിക്കർ എന്ന ഒരാളെയാണ്. അദ്ദേഹം വളരെ വ്യക്തതയോടുകൂടിയൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. വളരെ സ്ഫുടമായി സംസാരിച്ച് കളവ് പറയാൻ കഴിവുള്ള ഒരു വിദഗ്ധനാണ്. അയാൾ ഈ വിഷയത്തിൽ പറഞ്ഞത്, ന്യൂസ് 18 പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പക്ഷേ ഈ കർണാടകയിലെ കേസിലാണെങ്കിലും കേരളത്തിലെ കേസിലാണെങ്കിലും സുപ്രീം കോടതി ഹിജാബ് വിഷയം പരിഗണിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പ്രശസ്തരായിട്ടുള്ള പല ഇസ്ലാം പണ്ഡിതന്മാരെയും സമീപിച്ച് എന്താണ് ഹിജാബിന്റെ അവസ്ഥ, അത് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്ന് അവരോട് ആരാഞ്ഞിരുന്നു.
ഒരാൾ പോലും കോടതിയിൽ അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞില്ല. പരക്കെ പറഞ്ഞിരിക്കുന്ന, ഇപ്പോൾ മഹല്ല് കമ്മിറ്റിയുടെ ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിനും അറിയാമായിരിക്കും, ഇസ്ലാമിലുള്ളത് 5 കാര്യങ്ങളാണ് അവിടുത്തെ മതപരമായിട്ടുള്ള അനിവാര്യത. അതിലൊന്ന് അള്ളാഹു എന്ന ദൈവത്തിലും പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയിലുമുള്ള വിശ്വാസവും, അതല്ലാതെ മറ്റ് അങ്ങനെ നമ്മൾ ഇസ്ലാം കാര്യം 5 എണ്ണി പഠിച്ചിട്ടില്ലേ മദ്രസകളിൽ? അതൊക്കെ അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. അതിനിടയിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. ഹിജാബിന്റെ വിഷയത്തിൽ കർണാടകയിൽ മുമ്പ് അത് വലിയ വിവാദമായിരുന്നു. കർണാടകയിലെ കോടതി വരെ വിഷയമെത്തിയ കാര്യമാണ്. അതേപോലെ കേരളത്തിലെ കോടതിയിലും ഹിജാബിന്റെ വിഷയം എത്തിയിട്ടുണ്ട്, സുപ്രീം കോടതിയിലും എത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എത്തിയ സാഹചര്യത്തിൽ പ്രശസ്തരായ നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാരോട് എന്താണ് ഇസ്ലാമിൽ ഹിജാബിന്റെ അവസ്ഥ, അതിൻ്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അഥവാ മതപരമായ അനിവാര്യത എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരാളു പോലും ഹിജാബ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഇദ്ദേഹം ഒരു ചാനലിൽ ഇരുന്ന് പറയുന്നത്, ന്യൂസ് 18-ൽ. സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു പണ്ഡിതൻ പോലും ഇസ്ലാമിലെ ഹിജാബ് നിർബന്ധമാണെന്ന് പറഞ്ഞില്ലത്രേ. എങ്ങനെയാണ് പണ്ഡിതന്മാർക്കത് പറയാതിരിക്കാൻ കഴിയുക? കാരണം ഇത് ഖുർആനിന്റെ നസ്സല്ലേ, ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ. സൂറത്തുൽ അഹ്സാബ് 33-ാം അധ്യായം അതിന്റെ 59-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് കാണാം, യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ഓ നബിയെ, അങ്ങയുടെ ഭാര്യമാരോട്, പെൺമക്കളോട്, മറ്റ് സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയണം അവരവരുടെ ജിൽബാബുകൾ താഴ്ത്തിയിടാൻ. എന്താണ് ഈ ജിൽബാബ്? അവരുടെ മൂടുപടം, അവരെ ആകെ പൊതിയുന്ന വസ്ത്രം, മൂടുപടം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അപ്പോൾ അത് താഴ്ത്തിയിടാനുള്ള കൽപ്പന ഖുർആനിന്റെ വ്യക്തമായ കൽപ്പനയാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് പണ്ഡിതന്മാർ ഹിജാബ് നിർബന്ധമാണ് എന്ന് കോടതിയിൽ പറയാതിരിക്കുക? അപ്പൊ പിന്നെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതല്ലേ ഒന്ന് പരിശോധിച്ചേക്കാം. കാരണം ശ്രീജിത്ത് പണിക്കരെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പല സ്ഥലത്തും ഈ കോടതി ആരോടാണത് ചോദിച്ചത്, ഏത് പണ്ഡിതനോടാണത് ചോദിച്ചത്? ഇദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിലെ പ്രശസ്തരായ പണ്ഡിതനോട് ചോദിച്ചു എന്നല്ലേ. അപ്പൊ ആ പണ്ഡിതൻ ഏതാണ് എന്നൊക്കെ ഇങ്ങനെ പല സ്ഥലത്തും പരതി നോക്കി, എവിടെയും അതിനെക്കുറിച്ചൊരു ഉത്തരം കിട്ടുന്നില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കർണാടകയിലെ കോടതിയാകട്ടെ, നമ്മുടെ നാട്ടിലെ കോടതിയാകട്ടെ, നമ്മുടെ നാട്ടിലെ ഏതു പ്രശസ്തനായ പണ്ഡിതനോടാണ് ചോദിച്ചത് എന്ന് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ഇട്. അല്ലെങ്കിൽ അത്തരത്തിൽ വാർത്ത വന്ന ആ വാർത്തയുടെ ലിങ്കെങ്കിലും ഇവിടെ ഒന്ന് ഷെയർ ചെയ്. ഞാൻ ഒരുപാട് അന്വേഷിച്ചു. ഇത് കണ്ടതു മുതൽ ഞാൻ ഇങ്ങനെ അന്വേഷിക്കുക. കാരണം ഇത് നമ്മൾ മുമ്പ് കേട്ടിട്ടില്ലല്ലോ. ഇത്രയും വ്യക്തതയോടുകൂടി ഒരാൾ വന്നിരുന്നിട്ട് ശുദ്ധമായ ഭാഷയിൽ ഒരു കാര്യം പറയുമ്പോൾ സത്യമാണെന്ന് സ്വാഭാവികമായും വിശ്വസിച്ചു പോകുമല്ലോ. അതുകൊണ്ട് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്നറിയാൻ പരതി നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. അവസാനം നമ്മുടെ AI ഉണ്ടല്ലോ, ജെമിനിയോട് പോയി ചോദിച്ചു. അപ്പൊ ജെമിനി പറഞ്ഞ ഉത്തരം എന്താണ് നോക്കൂ, നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് കാണാം. ഞാൻ ചോദിക്കാൻ, ഹിജാബ് വിഷയം കർണാടക ഹൈക്കോടതിയിൽ വന്നപ്പോൾ അതിന്റെ ഇസ്ലാമിക നിയമം അറിയാൻ ഏതൊക്കെ മുസ്ലിം പണ്ഡിതരോടാണ് ഹൈക്കോടതി അഭിപ്രായം തേടിയത്? ജെമിനിയുടെ മറുപടി, കർണാടക ഹൈക്കോടതി ഹിജാബ് വിഷയത്തിൽ വിധി പ്രസ്താവിക്കുമ്പോൾ ഇസ്ലാമിക നിയമം അറിയുന്നതിനായി മുസ്ലിം പണ്ഡിതരുമായി നേരിട്ട് അഭിപ്രായം തേടിയതായി തിരച്ചിൽ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നില്ല. ഇപ്പൊ ജെമിനി തെരഞ്ഞിട്ട് പോലും കിട്ടുന്നില്ല, പിന്നെ ഞാൻ തെരഞ്ഞാൽ കിട്ടുമോ? നിങ്ങൾ തെരഞ്ഞാലും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ഒന്നില്ലായിരിക്കും. നമ്മുടെ ന്യൂസ് 18-ൽ ഇരുന്ന് ശ്രീജിത്ത് പണിക്കര് വെറുതെ അങ്ങോട്ട് പറഞ്ഞതാണെന്നാണ് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം ജെമിനി പറഞ്ഞു, എങ്കിലും കോടതിയുടെ വിധിന്യായത്തിൽ അബ്ദുള്ള യൂസുഫ് അലിയുടെ ഖുർആൻ വ്യാഖ്യാനങ്ങളെ ആശ്രയിച്ചതായി റിപ്പോർട്ടുണ്ട്. അപ്പൊ കോടതി അബ്ദുള്ള യൂസുഫ് അലി എന്ന് പറയുന്ന ഒരാളുടെ ഖുർആൻ പരിഭാഷ നോക്കിയിട്ട് ഒരു തീരുമാനം പറഞ്ഞതാണ്. അപ്പൊ അബ്ദുള്ള യൂസുഫ് അലി ആരാണ്? അയാളൊരു പണ്ഡിതനാണെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ
അങ്ങനെ ഒരു വിധി കർണാടക ഹൈക്കോടതി ആ ഒരു പരിഭാഷയെ ആശ്രയിച്ചുകൊണ്ട്, ആ ഒരു പരിഭാഷ മാത്രമല്ല കേട്ടോ, പിന്നെ അമേരിക്കയിലുള്ള ഒരു സ്ത്രീ, അവര് അമേരിക്കയിലെ ഒരു സർവകലാശാലയിൽ വിദ്യാർത്ഥിനിയായിരിക്കുന്ന സാറ സ്ലിനിഞ്ചർ എഴുതിയ വേൾഡ് വുമൺ ഹിജാബ് റിലീജിയൻ ആൻഡ് കൾച്ചറൽ പ്രാക്ടീസ് എന്ന ഒരു പ്രബന്ധം, അതും കർണാടക ഹൈക്കോടതി ഒരു രേഖയായി പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് ജെമിനി പറയുന്നത്. ഇങ്ങനെ ഇത് രണ്ടും പരിശോധിച്ചു. അല്ലാതെ നമ്മുടെ നാട്ടിലെ പ്രശസ്തരായ ഒരു പണ്ഡിതനോടും കോടതി ചോദിച്ചിട്ടില്ല എന്നാ പറയുന്നത്. എന്നു മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള പ്രശസ്തരായ പണ്ഡിതന്മാരൊക്കെയും കർണാടക കോടതിയുടെ ആ വിധിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഏത് പണ്ഡിതനോടാണ് ശ്രീജിത്ത് പണിക്കരെ ചോദിച്ചത്? ഒന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അതിൻ്റെ ലിങ്കോ അതിൻ്റെ വാർത്തയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. കാരണം ആ പണ്ഡിതൻ ആരാണെന്ന് നമുക്കറിയണ്ടേ. ഇത്രയും ഇസ്ലാമിലെ വ്യക്തമായ കൽപ്പന ഒരു പണ്ഡിതനോട് അതിൻ്റെ നിയമം ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ ആള് എന്തായാലും പിന്തുടരാൻ പറ്റാത്ത ആളല്ലേ, വിശ്വസിക്കാൻ പറ്റാത്ത ആളല്ലേ. അതുകൊണ്ട് നമുക്ക് ഈ വിഷയം ഒന്ന് അറിയണം. എന്തായാലും പോരാട്ടത്തിന് കൊണ്ടുവന്ന ഈ പോരാളി പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നതിലൊരു ആശങ്കയുണ്ട്. എന്തായാലും ഇങ്ങനെ പല ആളുകളെയും കൊണ്ടുവന്നിട്ടാണ് ഈ വിഷയം ആളിക്കത്തിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് 18 ശ്രമിച്ചത്. അതുപോലെ ജനം ടി വി കൊണ്ടുവന്നത് വേറൊരു പേ പിടിച്ചവനെയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോയിൽ അവന്റെ കുറെ വിവരക്കേടുണ്ട്, അത് പറയേണ്ടതുണ്ട്, ഞാനത് പറയാം. അവന്റെ അപ്പിക്കഥയൊക്കെ ജനം ടി വിയിൽ വന്ന് അപ്പിയിട്ട കഥയൊക്കെ ഉണ്ട്, അത് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഏതായാലും ഒരു വിദ്യാർത്ഥിനി തലയിൽ ഒരു തട്ടം മുണ്ടിട്ടത് ഇത്ര വലിയ വിവാദമാക്കി പ്രശ്നമാക്കേണ്ട കാര്യം കർത്താവിന്റെ മണവാട്ടികളാണെന്നറിയപ്പെടുന്ന അവർക്കുണ്ടായിരുന്നു. ഒരു കുട്ടിയല്ലേ, അതിൻ്റെ തലയിൽ ഒരു തട്ടം മുണ്ട് കടന്നാൽ എന്ത് പ്രശ്നമുണ്ടാകാനാണ്? ആകാശം ഇടിഞ്ഞു വീഴുമോ? യൂണിഫോമിനെ ബാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ മറ്റു സ്കൂളുകളിലും മുസ്ലിം വിദ്യാർത്ഥിനികൾ യൂണിഫോമിൻ്റെ ഒപ്പം ഈ തട്ടം മുണ്ടിട്ടുകൊണ്ടല്ലേ സ്കൂളിൽ പോകുന്നത്? കന്യാസ്ത്രീകൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ പോലും. എന്നു മാത്രമല്ല, ഈ കർത്താവിൻ്റെ മണവാട്ടിമാർ പലപ്പോഴും പഠിക്കാൻ പല കോളേജുകളിലും കലാലയങ്ങളിലും പോകുമ്പോൾ അവരൊക്കെയും ഈ വേഷം ധരിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ടാണ് ഒരു സ്കൂളിൽ ഒരു കുട്ടി തട്ടം കൊണ്ടിട്ടതിൻ്റെ പേരിൽ ഇത്ര വലിയ വിവാദമാക്കുന്നത്. സങ്കടമാണ്.